പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ് വർക്ക് ബുക്കിലെ 15ാമത്തെ പേജിലെ വർക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്? ഇതൊരു ബുസ്താൻ്റെ ചിത്രമാണ്. എന്താണ് ബുസ്താൻ? ബുസ്താൻ നിങ്ങൾക്ക് അറിയുന്ന വാക്കാണ്, പൂന്തോട്ടം അല്ലേ? ഈ പൂന്തോട്ടത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. ഇവിടെ വലിയൊരു മരം കാണാം. മരത്തിന് എന്താണ് അറബിയിൽ പറയുക? ഷജറത്തുൻ. ഓക്കെ, ഇനി എന്താണുള്ളത്? ഇവിടെ ഒരു ഖുറാബുണ്ട് അല്ലേ? ഖുറാബ് എന്താണ്? കാക്ക. പിന്നെ ഒരു ജറാദിനെ കാണാം, വെട്ടുകിളി. അതേപോലെ ഒരു ദൂതത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ദൂതത്ത് എന്താണ്? പുഴു. പിന്നെയോ ഒരു പനിനീർ പൂവല്ലേ, റോസാപ്പൂ. അതിനെന്ത് പറയും? വർദ്ധത്തുൻ. വർദ്ധത്തിൻ്റെ അടുക്കൽ ഒരു ഫറാശത്തുമുണ്ട്. ഫറാശത്ത്, പൂമ്പാറ്റ അല്ലേ? പിന്നെ ഇതാണ് ഷത്തിലത്ത്. എന്താ ഷത്തിലത്ത്? ചെറിയ ചെടിക്കാണ് ഷത്തിലത്ത് എന്ന് പറയുക. ഓക്കെ, അതേപോലെ ഈ പനിനീർ പൂവുള്ള ചെടിയുണ്ടല്ലേ, ഇവിടെയും ഒരു ചെടിയുണ്ട്. ഈ ചെടികൾക്ക് നമുക്ക് ഗർസൻ എന്ന് പറയാം. ചെറിയ ചെടിക്ക് ഷത്തിലത്ത് എന്ന് പറയും. സാധാരണ കുറച്ച് വലിയ ചെടികൾക്ക് ഗർസൻ എന്ന് പറയാം. പിന്നെ നമ്മുടെ ദൂതത്ത് എവിടെ ഇരിക്കുന്നത്? വറക്കത്തിൻ്റെ മേലാണ്. എന്താ വറക്കത്ത്? ഇല. വറക്കത്ത് ഇതാ ഇവിടെയൊക്കെ വറക്കത്തുണ്ടല്ലേ. അപ്പോൾ വറക്കത്തുണ്ട്, ദൂതത്തുണ്ട്, വർദ്ധത്തുണ്ട്, ഷത്തിലത്തുണ്ട്, ഫറാശത്തുണ്ട്, ഒറാബുണ്ട്, ജറാദുണ്ട്, വർസുണ്ട്, ഷജറത്തുണ്ട് അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ബുസ്താനിനകത്തുണ്ട്. ആ വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പേജിൽ കുറേ അക്ഷരങ്ങൾ കാണാം. ഈ അക്ഷരങ്ങൾക്കിടയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മൾ മേലെ കണ്ട വാക്കുകളൊക്കെ. ആ വാക്കുകൾ നമ്മൾ ഇതിൽ നിന്നും കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കണ്ടുപിടിച്ച വാക്കുകൾ ഇവിടെ എഴുതണം. അതാണ് നമ്മൾ ചെയ്യേണ്ട വർക്ക്. ഒരു ഉദാഹരണമായിട്ട് ഉറാബുൻ എന്ന വാക്ക് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് കാണാം. കണ്ടുപിടിച്ചിവിടെ അടയാളപ്പെടുത്തിയത് കാണുന്നില്ലേ? ഉറാബുൻ അല്ലേ? ഇതേപോലെ നമ്മളും വാക്കുകൾ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തണം. ഉറാബുൻ എന്നിവിടെ അടയാളപ്പെടുത്തി, അതോടൊപ്പം ഇവിടെ എഴുതി ഉറാബുൻ. ഇനി ബാക്കിയുള്ള വാക്കുകൾ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഗർസുൻ എന്ന് കാണാം. ഇതെന്താണ് വായിക്കുക? ഗൈനും റായും സീനും ചേർന്നാൽ ഗർസുൻ. എന്താണ് ഗർസ്? ചെടി. നമ്മളൊരു വാക്ക് കണ്ടുപിടിച്ചു. അതെവിടെ എഴുതാം? ഇവിടെ എഴുതാം, ഗർസുൻ. ഇനി അടുത്ത വാക്ക് എവിടെ ഉണ്ടെന്ന് നോക്കാം. നമ്മളിങ്ങനെ ഓരോ അക്ഷരവും നോക്കി പോവുക. അപ്പോൾ നമുക്ക് വാക്ക് കണ്ടാൽ മനസ്സിലാകും. ഇവിടെ നമ്മളൊരു വാക്ക് കാണുന്നുണ്ട്. എന്താണ് ആ വാക്ക്? ഇതൊന്ന് മാർക്ക് ചെയ്തു നോക്കൂ, അപ്പോൾ മനസ്സിലാകും. ഇതെന്താണ് വായിക്കുക? വറക്കത്തുൻ, ഇല അല്ലേ? അപ്പോൾ ഇല എന്ന വാക്ക്, വറക്കത്തുൻ എന്ന വാക്ക് ഇവിടെ എഴുതുക. ഇനി എന്താണുള്ളത്? താഴത്തെ വരിയിൽ നോക്കിയാൽ മറ്റൊരു വാക്ക് കാണാം, ഷജറത്തുൻ അല്ലേ? ഷജറത്ത് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഷജറത്തിനെ നമുക്ക് ഇവിടെ എഴുതാം, ഷജറത്തുൻ. ഇനിയോ? ഇനി താഴെ നോക്കിയാൽ ജറാദിനെ കാണാം. ഇതാണ് ജറാദ് അല്ലേ? ജറാദുൻ. ആ ജറാദ് നമുക്ക് ഇവിടെ എഴുതാം. പിന്നെയും താഴോട്ട് നോക്കിയാൽ ഇവിടെ എന്ത് കാണാം? ഷത്തിലത്ത് കാണാം അല്ലേ? ഷത്തിലത്തുൻ. അത് ഇവിടെ എഴുതുക, ഷത്തിലത്തുൻ. പിന്നെ അടുത്ത വരിയിൽ ഫറാശത്തിരിപ്പുണ്ട്. ഫറാശത്തിനെ ഇവിടെ കാണാം. ആ ഫറാശത്ത് ഇവിടെ എഴുതുക. അവസാനത്തെ വരിയിൽ ബുസ്താൻ ഇരിക്കുന്നത് കാണാം. ബുസ്താനെ മാർക്ക് ചെയ്ത് ഇവിടെ ബുസ്താനൻ എന്ന് എഴുതുക. പിന്നെ ഇനി താഴോട്ടേക്കാണുള്ളത്. ഇവിടെ നോക്കിയാൽ ദൂതത്തിനെ കാണാം. ദൂതത്തുൻ. ഇവിടെ ദൂതത്തുൻ എന്ന് എഴുതുക. ഇനി ഒരു വാക്കും കൂടെ ഉണ്ട്, അതാണ് വർദ്ധത്ത് അല്ലേ? വർദ്ധത്തുൻ എന്ന വാക്ക് ഇവിടെ എഴുതുക.
ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ട 10 വാക്കുകളും കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതേപോലെയാണ് വാക്കുകൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത പേജ് നോക്കൂ. നുലാഹിലു വനഖറഉ. നമുക്ക് നോക്കിയിട്ട് വായിക്കാം. ഇവിടെ ഒരു കുട്ടി ദാല് എന്ന അക്ഷരം പിടിച്ച് ഇരിക്കുന്നത് കാണാം. അതേപോലെ മറ്റൊരു കുട്ടി ദാല് എന്ന അക്ഷരമാണ് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ദാലും എങ്ങനെ എഴുതാമെന്ന് ഇവിടെ നോക്കാം. ദാല് ഒറ്റയ്ക്ക് എഴുതുകയാണെങ്കിൽ ഇതേപോലെ എഴുതിയാൽ മതി. ഇനി മറ്റൊരക്ഷരത്തിൻ്റെ കൂടെ എഴുതുകയാണെങ്കിലോ ഇങ്ങനെയാണ് ദാല് എഴുതേണ്ടത്. അതേപോലെ തന്നെയാണ് ദാലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദാലിൻ്റെ മേലെ ഒരു കുത്തുണ്ട്, ദാലിന് കുത്തില്ല, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ദാലും ഒറ്റയ്ക്കാണ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെയും, മറ്റൊരക്ഷരത്തിൻ്റെ കൂടെ ചേർത്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെയും എഴുതണം. നമുക്കിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ദുബുൻ, ദാല് ഒറ്റയ്ക്ക് എഴുതിയിരിക്കുന്നു. ഇനിയോ ബദറുൻ, ഇവിടെ ബാഇൻ്റെ കൂടെയാണ് ദാല് എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതേപോലെ ദാലും. ദൈലുൻ, തിൽമീദുൻ, ഒറ്റയ്ക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി. തിൽമീദിൻ്റെ യാഇൻ്റെ കൂടെ ചേർത്ത് എഴുതിയപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ നമുക്കിവിടെ എഴുതി പരിശീലിക്കാം. ഇവിടെ 4 വാക്കുകളുണ്ട്. ഈ വാക്കുകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആദ്യം എവിടെ എഴുതും? 1, 2, 3, 4, 5 വരിയാണുള്ളത് അല്ലേ? ഈ 1 എന്ന നമ്പറുള്ള വരിയിലാണ് ആദ്യം എഴുതേണ്ടത്. ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. നമ്മൾ ആദ്യം ഈ എഴുതിയതിൻ്റെ മേലെ കൂടെ വേണം എഴുതാൻ. ലദീദുൻ എന്ന് ഇതിൻ്റെ മേലെ കൂടെ എഴുതുക. അത് കഴിഞ്ഞാൽ മേലെയുള്ള വരിയിൽ ലദീദുൻ എന്ന് എഴുതുക. അത് കഴിഞ്ഞാൽ ആ വാക്ക് മേലെയുള്ള വരിയിൽ, പിന്നെ മേലെ, അങ്ങനെ 5 വരിയിലും എഴുതുക. അതിനുശേഷം ഖിർദുൻ എന്ന വാക്കും ഇതേപോലെ ആദ്യം ഇതിൻ്റെ മേലെ കൂടെ എഴുതുക, പിന്നെ മേലെയുള്ള ഓരോ വരികളിലും എഴുതുക. അങ്ങനെ എല്ലാ വാക്കുകളും എഴുതിയാൽ നമുക്കിത് നല്ല വൃത്തിയിൽ എഴുതാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത പേജിൽ നുലാഹിലു വനഖറഉ നമുക്ക് നിരീക്ഷിക്കാം, വായിക്കാം. ഇവിടെയും അതേപോലെ തന്നെ 2 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റാഉം സായുമാണ്. റിജിലുൻ, ജറസുൻ, സംസമു, ഖുബ്സുൻ, ഇങ്ങനെ 4 വാക്കുകളുണ്ട്. ഇതിൽ ആദ്യത്തെ 2 വാക്കുകളിലും റാ ഉണ്ട്, രണ്ടാമത്തെ 2 വാക്കുകളിലും സായുണ്ട്. റാ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. മറ്റൊരു അക്ഷരത്തിൻ്റെ കൂടെ ചേർത്താണ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുക, മാറ്റമൊന്നുമില്ല. ഒരേ രൂപത്തിലാണ് എഴുതേണ്ടത്. ചേർത്ത് എഴുതുമ്പോഴും ഒറ്റയ്ക്ക് എഴുതുമ്പോഴും ഒരേ രൂപമാണ്. ഇനി ഈ വാക്കുകളൊക്കെ താഴെ എഴുതിയിട്ട് എഴുത്ത് പരിശീലിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ സുജാജത്തുൻ എന്ന് ഇതിൻ്റെ മേലെ കൂടെ ആദ്യം എഴുതുക, പിന്നീട് മേലോട്ട് മുഴുവൻ എഴുതുക. അതേപോലെ എല്ലാ വാക്കുകളും. അതിന് ശേഷമുള്ളത് നുക്മിലുൽ ഹിവാറ, നമുക്ക് സംഭാഷണം പൂർത്തിയാക്കാം. ഇവിടെ 2 കുട്ടികൾ തമ്മിലൊരു സംഭാഷണം നടത്തുന്നുണ്ട്. അതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. നമ്മൾ പൂരിപ്പിക്കേണ്ട വാക്കുകൾ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ ആദ്യം വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് വാക്കുകൾ ഉള്ളത്? സബാഹുന്നൂർ. സബാഹുന്നൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് മോർണിംഗ് അല്ലേ? നമ്മളോട് ആരെങ്കിലും സബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെന്ത് പറയണം? സബാഹുന്നൂർ എന്ന് പറയണം. ഓക്കെ, അടുത്ത സെൻറ്റൻസ് ഇലൽ ബൈത്തി എന്നാണ്. എന്താണ് ഇലൽ ബൈത്തി? വീട്ടിലേക്ക്. ഇലൽ ബൈത്തി എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലേക്ക്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താണ്? സൈൻ അൽഹംദുലില്ലാ, സുഖം തന്നെ അല്ലേ? നമ്മളോട് ആരെങ്കിലും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ സുഖം തന്നെ എന്ന് പറയും അല്ലേ? അതാണ് അറബിയിൽ സൈൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ഇനി ഈ വാചകങ്ങളൊക്കെ നമ്മളിവിടെ പൂരിപ്പിക്കണം. എവിടെയൊക്കെ പൂരിപ്പിക്കണമെന്ന് നോക്കാം. ആദ്യം ഈ കുട്ടി പറയുകയാണ് സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ മറ്റേ കുട്ടി എന്ത് പറയും? തിരിച്ചെന്താണ് പറയേണ്ടത്? പറയൂ. സബാഹുന്നൂർ അല്ലേ? അപ്പോൾ ഇവിടെയുള്ള സബാഹുന്നൂർ നമ്മൾ ഇവിടെ എഴുതുക. ഇനി ആദ്യത്തെ കുട്ടി ചോദിക്കുകയാണ് കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഈ കുട്ടി മറുപടി പറയും. എന്താണ് പറയുക? സൈൻ അൽഹംദുലില്ലാ അല്ലേ? സുഖം തന്നെ, അൽഹംദുലില്ലാ. ഇനി ഈ കുട്ടി ചോദിക്കുകയാണ് ഇല ഐന, എവിടേക്കാണ്? ഐന എന്നാൽ എവിടെ, ഇല ഐന എവിടേക്കാണ്, നീ എവിടേക്കാണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടി എന്ത് ഉത്തരം പറയും?
ഇനി ഒന്നുകൂടെ ബാക്കിയുള്ളൂ അല്ലേ? ഇലൽ ബൈത്തി. അതിവിടെ എഴുതുക. എന്താ ഇലൽ ബൈത്തി? വീട്ടിലേക്ക്. ഇലൽ ബൈത്തി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക്. അതിവിടെ എഴുതിയാൽ സംഭാഷണം പൂർത്തിയായി. ഇനി അടുത്ത പ്രവർത്തനം അടുത്ത വീഡിയോയിൽ പറയാം.